ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് നമ്മൾ കാറിൻ്റെ അടിയിൽ, അതായത് കാറിൻ്റെ അണ്ടർ ബോഡിയിൽ നമ്മൾ ലൈറ്റ് പിടിപ്പിക്കണത്. അതായത് സ്ട്രിപ്പ്, ഈ കാണുന്ന സ്ട്രിപ്പ് നമുക്കിത് ഒരു സെറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ നമ്മുടെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടുണ്ട്. അതിൻ്റെ റീലൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ RGB കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ്. അല്ലാതെ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്താലും ഐറ്റം കിട്ടും. ഇതിന് വില വരണത് ഒരു 1200 1500 അതിൻ്റെ ഇടയിലാണ് വില വരണത്. ഓൾറെഡി ഇതിനൊപ്പം തന്നെ അത്യാവശ്യം ലെങ്ത്തിൽ വയർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ വയറിൻ്റെ ആവശ്യമില്ല. ആദ്യം തന്നെ നമുക്ക് ഏത് ഭാഗത്താണ് ഒട്ടിക്കേണ്ടത്, അതായത് കാറിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കണം. ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അതിലുള്ള ചെളിയും മഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കണം. എന്നാലാണ് ഗമ്മ് നല്ല കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. ഓൾറെഡി ലൈറ്റിൻ്റെ ഒപ്പം തന്നെ ഡബിൾ ടേപ്പ് സ്റ്റിക്കർ വരുന്നുണ്ട്. പക്ഷേ അത് കൂടാണ്ട് അഡീഷണൽ ഒരു ഗമ്മ് വെച്ചിട്ടാലാണ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ടേപ്പിൻ്റെ ഒപ്പം വരുന്ന ഗമ്മ് വെച്ച് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പൊളിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിതിപ്പോൾ ഒട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് താഴെ കിടന്നിട്ടാണ് ഞാൻ ഒട്ടിച്ചേക്കണത്. വണ്ടിയുടെ 2 ജാക്കി വെച്ച് കുറച്ചൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഇരിക്കും. അടിയിൽ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്നാൽ സ്ട്രൈറ്റായിട്ട് പറഞ്ഞു വരാത്ത രീതിയിലാണ് ഒട്ടിക്കാനായിട്ട്. നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട്. ഏകദേശം ഒരു 4 സൈഡ് അങ്ങനെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പവർ സപ്ലൈ കൊടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. എല്ലാ സൈഡും നല്ല വൃത്തിയായിട്ട് തന്നെ കത്തണുണ്ട്. ഇതിൽ ഒപ്പം ഒരു IR റിമോട്ടും IR സെൻസറും ഉണ്ട്. അതായത് നമുക്ക് ബ്ലൂടൂത്ത് വഴി അല്ലാതെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബ്ലൂടൂത്ത് വെച്ച് യൂസ് ചെയ്യണ കാരണം ഞാൻ IR സെൻസർ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. ഓൾറെഡി ബ്ലൂടൂത്ത് ഉള്ളപ്പോൾ പിന്നെ IR സെൻസറിൻ്റെ ആവശ്യമില്ല. 4 സൈഡും നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ച് ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ അടുത്ത മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ വയറുകൾ നല്ല റൂട്ടാക്കി എടുക്കണം. അതായത് അടിയിൽ തൂങ്ങി കിടക്കാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് വയർട്ടേ വെച്ച് നല്ല രീതിയിൽ വയറ് റൂട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ജസ്റ്റ് വല്ലൊരു കല്ലോ കാര്യങ്ങളൊക്കെ കൊണ്ടുകഴിഞ്ഞാലും വയർ അതുമ്മ ടച്ച് ചെയ്യാത്ത രീതിയിൽ, കാരണം കാറിൻ്റെ അടിഭാഗമാണ്, എവിടെ ഉറയാൻ ചാൻസ് ഒക്കെ ഉണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നല്ല അടിപൊളിയായിട്ട് വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടൈറ്റായിട്ട് വയർ ടേക്ക് ഇട്ട് ഈ കാണുന്ന പോലെ, അതായത് ഒട്ടും ലൂസായിട്ട് താഴത്തേക്ക് വയർ തൂങ്ങി നിൽക്കരുത്. അതുപോലെ നല്ല അടിപൊളിയായിട്ട് വയർ ടൈറ്റായിട്ട് കെട്ടി വയ്ക്കണം. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്പേസിലാണ് നമ്മൾ കൺട്രോളർ വയ്ക്കാനായിട്ട് പോണത്. വണ്ടിയുടെ അടിയിലാണ് നമ്മൾ കൺട്രോളർ വയ്ക്കണത്. ബ്ലൂടൂത്ത് ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് കാറിൻ്റെ ഉള്ളിലിരുന്നായാലും നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാം. അതായത് ജസ്റ്റ് ചാവി ഓൺ ആക്കുമ്പോൾ തന്നെ ഓൾറെഡി ബ്ലൂടൂത്തായിട്ട് പെയർ ആയിക്കോളും. കാറിൻ്റെ അടിയിൽ കൺട്രോളർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗമ്മ് ചെയ്ത് സീൽഡാക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. അതായത് വെള്ളം ഒരു തരത്തിലും കയറാത്ത രീതിയിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് പവർ സപ്ലൈ എടുക്കുന്നത് നമ്മൾ ചാവി ഫസ്റ്റ് ടേൺ ചെയ്യുമ്പോൾ ഔട്ട് വരാവുന്ന രീതിയിലാണ്. അതായത് നമ്മൾ ചാവി ഫസ്റ്റ് ഒരു ടേൺ ഓൺ ആക്കുമ്പോൾ സപ്ലൈ വരുന്ന രീതിയിലാണ് ഞാനിത് കണക്ഷൻ എടുത്തത്. ഈ കാണുന്നതാണ് ആ കണക്ഷൻ വരുന്നത്. ഇതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് നമ്മുടെ കൺട്രോളിലേക്ക് കൊടുക്കുകയാണ് ചെയ്തേക്കണത്. കൺട്രോളർ നല്ല ഗമ്മൊക്കെ ഇട്ട് നല്ല സീൽഡാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ നോക്കി കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വയറുകളും നല്ല വൃത്തിയായിട്ട് ടൈറ്റ്ലി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 12 വോൾട്ട് DC-യിലാണ് ഇത് വർക്ക് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ ലൈറ്റിൻ്റെ ഒപ്പം വരുന്ന ഡബിൾ ടേപ്പിലുള്ള ഗമ്മ് നിൽക്കുന്നില്ല, അതായത് പൊളിഞ്ഞു പോയാണ് ചെയ്യണത്. അപ്പം എന്നിട്ട് ഞാൻ അഡീഷണലായിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണിൽ വരുന്ന ഗമ്മ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചേക്കണത്. അപ്പോൾ ഞാൻ ഒട്ടിച്ചതെല്ലാം പറിച്ചിട്ട് ഗ്ലൂ ഗണ്ണിലെ ഗ്ലൂ വെച്ചാണ് ഫുൾ ഒട്ടിച്ചേക്കണത്. അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒരിക്കലും പറയാത്ത രീതിയിൽ നല്ല സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് വാങ്ങിയ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണത് ശ്രദ്ധിക്കുക. അഡീഷണൽ ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഫുള്ള് വയർ കണക്ഷനൊക്കെ ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ ഓൺ ഓഫ് ചെയ്യാനും പറ്റും. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാനും പറ്റും. പിന്നെ പല മോഡ്സ് ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് മോഡ് ഉണ്ട്. അതായത് നമ്മളൊരു മ്യൂസിക് മോഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക് വയ്ക്കുമ്പോൾ അതിൻ്റെ ബീറ്റ്സിനനുസരിച്ച് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും പല കളറിൽ. നമുക്ക് ഏത് മോഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, ബൈ.